നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാനല്ല ഉണ്ടാക്കിയേക്കുന്നത്, എൻ്റെ അമ്മയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അമ്മയുടെ രീതിയിൽ പറയുവാണെങ്കിൽ ഇതൊരു ഫാഷൻ ചിക്കൻ കറിയല്ല, ഇതൊരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നാടൻ ചിക്കൻ കറി എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് ഞങ്ങൾ ഉപയോഗിച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പൊടികളുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ചട്ടിക്കകത്തിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് 2 സവാള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 2-3 സ്പൂൺ തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വരുന്ന സമയത്തേക്ക് നമുക്കിതിനകത്തിലേക്ക് ഒരു ഇച്ചിരി മസാല ആവശ്യമുണ്ട്. ഒരുപാട് മസാല ചേർക്കുന്നില്ല. പെരിഞ്ജീരകവും പട്ടയും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്നതേ ഉള്ളൂ. 1 സ്പൂൺ പെരിഞ്ജീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ വറുത്ത് പൊടിച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ അല്ലാതെ മസാലകളൊന്നും ചേർക്കുന്നില്ല. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാനായിട്ട്. അപ്പം ഈ സമയത്ത് 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. പെരിഞ്ജീരകവും പട്ട പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചും ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂൺ മാത്രം മാറ്റി വെച്ചേക്കാം. അത് ചിക്കനൊക്കെ ചേർത്തിട്ട് ലാസ്റ്റ് ഒരു മണത്തിന് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ഒരു തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആ ചിക്കനെ നമുക്ക് ആ മസാലക്കകത്തിലങ്ങ് പൊതിഞ്ഞ് വെക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അമ്മ ഒരു ലേശം വെള്ളം, അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ചിക്കൻ കറി നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള മസാലപ്പൊടികളും ചേർക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറും പുളിശ്ശേരിയും ചിക്കൻ കറിയും കൂട്ടിയാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കറിക്ക്. നല്ല ചൂടോടുള്ള ചിക്കൻ കറിയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നല്ല ചൂടോടുള്ള കപ്പ വേവിച്ചതും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കറിയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് ഇച്ചിരി ഉപ്പ് നോട്ടം കൂടുതലാണ്. കറി വേവുന്ന നേരം തൊട്ട് ഞാൻ ഉപ്പ് നോക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഉപ്പ് നോക്കാനായിട്ട് ഞാൻ എടുക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ.